ട്വിൻ ഫ്ലെയിം തന്നെയാണോ സോൾമേറ്റ് എന്ന സംഭവം? സോൾമേറ്റ് പറഞ്ഞെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. ഒരു അന്ന് പണ്ട് ഡിവൈഡ് ആയതിന്റെ ഒരു സോൾ തന്നെയാണ്. കാരണം അവരിപ്പോ സോളാണ്, നമ്മൾ സോളാണ്. ചിലപ്പോൾ അവര് നമ്മളെക്കാളും വളരെ ഇവോൾവ് ആയി നിൽക്കുന്ന സോളാണെങ്കിൽ അവർ വരും. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകും കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക്. സത്യം നർച്ചറിങ് തന്നെയാണ് പറയേണ്ടത്. ആ നർച്ചർ ചെയ്ത് നമ്മളെ കുറച്ച് ഇവോൾവ് ആക്കാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് റീഇൻകാർണേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഓൾറെഡി ഹയർ ലെവലെത്തിയവർക്ക് ഇനിയിപ്പോൾ ഫിസിക്കൽ ബോഡിയിൽ വരേണ്ട ആവശ്യമില്ല, അത്രയും ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിലാണ് ഈ സംഭവം ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ സോൾമേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരാളല്ല, ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടാവും. നിങ്ങളപ്പം നല്ല ഫ്രണ്ട്സ്, നിങ്ങളുടെ കസിൻസ്, ഫാമിലി, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ആരും വേണമെങ്കിൽ നിങ്ങളോട് നല്ല ടൈംസിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ സോൾമേറ്റ്സ് വേണം പറയാം. അവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു മുമ്പേ? ഒരു നല്ല കണക്ഷനിലാണ് മുൻപ്, അതുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ വരുന്നത്. പക്ഷേ അവരോട് നിങ്ങൾ ചൊറ ഉള്ള കണക്ഷനാണ്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയാണെങ്കിൽ അത് വേണമെങ്കിൽ കർമ്മിക് ആയിട്ട് വരാം, കർമ്മിക് പാർട്ട്നേഴ്സ് ഒക്കെ പറഞ്ഞു വരാം. അപ്പൊ നിങ്ങളൊരു കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലും തലക്കടിച്ച് കൊന്നു വിചാരിക്കാം, ചിലപ്പോൾ അടുത്ത ഭാര്യയായിട്ട് വരുന്നത് ഈ ജന്മം. അല്ല ഒരു ഇതൊക്കെ ഫണ്ടല്ലടാ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് കർമ്മിക് പാർട്ട്നേഴ്സ് ആവാം. പക്ഷെ ഇതെന്ന് പറയാം, ഇതിപ്പോ നമ്മൾ നല്ല ചെയ്ത ആൾക്കാർ, അപ്പം നിങ്ങളിപ്പോ ഏതെങ്കിലും ഗുഡ് കർമ്മൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണം.